നമ്മളിപ്പോൾ ഇടുക്കിക്കാണ് പോകാൻ പോകുന്നത് കൂട്ടുകാരി. ലൈക്ക് പൊളിയാർ മീൻസ് ഇത് ഞങ്ങളുടെ ബാൽക്കണി വ്യൂ ആണ്. സോ കോസി, അടിപൊളി റിസോർട്ടാണ്. ഹലോ, നമസ്കാരം. ഞാൻ മഞ്ജിത ജിതൻ. വെൽക്കം ടു അവർ ചാനൽ സീൽ ഫോർ സിന്ദഗി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഈ കൊറോണ കാരണം ഞങ്ങളുടെ ട്രിപ്സ് എല്ലാം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു. സോ ഞങ്ങളുടെ കസിൻ കീർത്തി, സുബിൻ, പിന്നെ കുഞ്ഞൂട്ടൻ, ജിതൻ, കൃഷ്ണ, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് വിക്രം മേനോൻ സജസ്റ്റ് ചെയ്ത രാഗമയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ്. ഇടുക്കിയിലുള്ള റിസോർട്ടാണത്. എക്സാക്ട് പോയിൻറ്റ് ലൊക്കേഷൻ കല്ലിമാലി വ്യൂ പോയിൻറ്റ്, രാജാക്കാട്. അവിടെയാണ്. മൂന്നാറിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ മൂന്നാറിലോട്ട്. ഇത് ഓൺ ദ വേ ഞങ്ങൾ ചീയപ്പാറ വാട്ടർഫാൾസ് അവിടെ നിർത്തി. ലൈക്ക് മൂന്നാർ പോകുമ്പോൾ എല്ലാവരും നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു വാട്ടർഫാൾസാണത്. സോ ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇവിടെ ഒരു ഭാവി യൂട്യൂബർ ഉണ്ട് കേട്ടോ. അവന് ഇതുപോലൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ പറയാം. അവൻ്റെ എനർജി ഒരു രക്ഷയില്ല. അവൻ ഭയങ്കര കുറുമ്പനാക്കും ന്യൂട്ടൻ. ഇത് ഞങ്ങൾ രാഗമയിൽ ആ റിസോർട്ടിലേക്ക് തിരിയുന്ന വഴിയാണ്. ഭയങ്കര സ്റ്റീപ്പാട്ടോ. ആൻഡ് ഇത്രയും സ്പീഡിലൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു സ്പീഡ് കൂട്ടി വെച്ചതാണ്. എന്നിട്ട് രാഗമയിലേക്ക് എത്താറാവുന്ന വഴിയില്ലേ, അത് പെട്ടെന്നൊരു ചേഞ്ചാണ്. ആ ഒരു വഴിയിൽ തന്നെ ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് ഇങ്ങനെ കയറി ഞങ്ങൾ പോകുമ്പോൾ പെട്ടെന്നൊരു അടിപൊളി ലാൻഡ്സ്കേപ്പ് കാണുന്നു. ആൻഡ് നല്ല ഭംഗിയുള്ള ഒരു ലേക്ക്. അപ്പോൾ ഈ ലേക്കിനെ ഫേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടുള്ളത്. സോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ എല്ലാവരും നല്ല എക്സൈറ്റഡായി. ആൻഡ് ഞങ്ങളങ്ങനെ രാഗമയിലെത്തി. ദ മച്ച് അവൈറ്റഡ് രാഗമയ. ഒരുപാട് റിവ്യൂസും എല്ലാം കണ്ട് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നതാണ് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ ഏരിയ. അവിടെ എല്ലാവരും നമ്മൾ എഴുതി കൊടുത്തു. ആൻഡ് എല്ലാവരും മാസ്കൊക്കെ വെച്ച് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചിട്ട് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ ഇത് റിസപ്ഷൻ ഏരിയയിൽ നിന്ന് മുകളിലോട്ടാണ് നമ്മുടെ റിസോർട്ട്സൊക്കെ ഉള്ളത്, സ്റ്റേ എല്ലാം ഉള്ളത്. ഇത് ഒരു തട്ടായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് പോലത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഏരിയനേക്കാളും ഭംഗി ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ബിക്കോസ് ബാൽക്കണി ബാക്കിലാണ് ബാൽക്കണി ആൻഡ് ഒരു വാക്ക് വേ ഉണ്ട് ബാക്കിൽ. ആൻഡ് ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് ഇസ് ലൈക്ക് ലേക്ക് ആൻഡ് ഫോറസ്റ്റ്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ, അത്രയും ഭംഗിയാണ് ബാക്ക് സൈഡ്. ആൻഡ് ദിസ് ഇസ് ആ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ബെഡും എല്ലാം എവറിത്തിങ്. ആ കേർട്ടൻ, ഇതിപ്പോൾ ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് എത്തിയത്. ആ കേർട്ടനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് വി ക്യാൻ വ്യൂ ഇറ്റ് ലൈക്ക് ഫോറസ്റ്റും എല്ലാം. രാത്രി സ്കൈ ഒക്കെ വിസിബിളാണ്. ഇതൊരു വേറെ ഡോറാണ് അപ്പുറത്തെ റൂമിലേക്ക് പോകാനുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ ഓപ്പൺ ചെയ്തു ബിക്കോസ് നമ്മൾ ഒരു വീട് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വാഷ് ഏരിയ ആണ്, വാഷ്റൂംസാണ്, ടോയ്ലറ്റ്സ് ആൻഡ് ബാത്റൂം. ഇറ്റ്സ് ലൈക്ക് ടു ഗുഡ്. ശരിക്കും റെയിൻ ഷവറും ആ ഒരു ചെടിയും അതിൻ്റെ ഒരു ഓപ്പൺ സ്പേസ് എല്ലാം ഉണ്ട്. നല്ല വാഷ് ഏരിയ ആണ്. ആൻഡ് ടി വി സ്പേസ് ആണിത്. ഇത് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. ആൻഡ് സോ കോസി, അടിപൊളി റിസോർട്ടാണ്. ഓക്കെ, ഇറ്റ്സ് എ മസ്റ്റ് സേ റിസോർട്ട്, ഐ മസ്റ്റ് സേ ദാറ്റ്. ബാക്കി
എല്ലാം ചുറ്റി കണ്ടിട്ട് പറയാം കേട്ടോ. ഇത് ഔട്ട്സൈഡ് വ്യൂ ആണ്. ഞങ്ങളുടെ റൂമിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണിത്. ആൻഡ് ഇറ്റ്സ് ഓൾ ലൈക്ക് പെക്യൂലിയർ ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആണ് ഇവിടെ മൊത്തം. ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം. ദിസ് വൺ. പിന്നെ ഇവിടുത്തെ പില്ലേഴ്സ് കണ്ടോ, നല്ല സ്ലെൻഡർ വുഡൻ പില്ലേഴ്സ്. അതൊരു പ്രത്യേക ഭംഗിയാട്ടോ ഈ കോറിഡോറിന്. ആ പില്ലേഴ്സ് ഇറ്റ്സ് ഗിവിങ് എ ബ്യൂട്ടിഫുൾ ഔട്ട്ലുക്ക് ഫോർ ദ കോറിഡോർസ്. പിന്നെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ പാർക്ക് ബെഞ്ചസ് ഒക്കെ ഉണ്ട്. ഈവനിങ് ഒക്കെ ഇരിക്കാൻ പറ്റിയ തരത്തിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ടു വിൻഡി ഔട്ട് ഹിയർ. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്ന് റിസപ്ഷൻ ഏരിയയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിലേക്കൂടെ പോകാനൊരു വാക്ക് വേ ഉണ്ട്. ആൻഡ് ആ വാക്ക് വേ ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ബ്യൂട്ടി ഒരു എന്താ പറയുക, ഒരു 100% എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അത്ര ഭംഗിയുണ്ട് ആ വാക്ക് വേ കാണാൻ. ആൻഡ് ഇതാണ് ഫ്രണ്ട് ഏരിയ രാഗമായുടെ. ആസ് ഐ ഹവ് ടോൾഡ്, ഫ്രണ്ട് ഏരിയയെക്കാളും ഭംഗി ബാക്കാണ്, ബാക്ക് ഏരിയ ആണ്. ലൈക്ക് പൊളിയാമ്പി. ഇത് ഒരു വാക്ക് വേ ആണ്, ഒരു പ്രൈവറ്റ് വാക്ക് വേ. ഇറ്റ് ഈസ് ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. ഇവിടുത്തെ ഈ ലേക്കിൻ്റെ വ്യൂ, പിന്നെ കാറ്റൊരു രക്ഷയില്ല. പിന്നെ ആ കാറ്റിനോടൊപ്പം നമുക്ക് ഈ ഫോറസ്റ്റ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു യുണീക്ക് ഫ്രാഗ്രൻസ്, ആ ഒരു യുണീക്ക് അരോമ അത് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് വിൽ ബി ജസ്റ്റ് സ്റ്റിമുലേറ്റഡ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സ്പേസ്. ആൻഡ് ദെൻ വെൻ വി ജസ്റ്റ് വാക്ക് അറൗണ്ട്, we just don't want to do anything, just keep on walking in this area. ആൻഡ് അതിൻ്റെ മുകളിലായിട്ടൊരു ഇൻഫിനിറ്റി പൂളുണ്ട്. അത് പൂളിലേക്ക് കയറുന്ന ഏരിയ. ഇത് അടിപൊളി കേട്ടോ, ഇത് അടിപൊളി. ഇവിടുന്ന് ഇങ്ങനെ പൂളിലേക്ക് കയറുന്ന ഏരിയ. See this. Oh my god, this is heaven. This is just heaven. അയ്യോ എന്ത് രസമാണ്, ഇവിടെ നിന്നാൽ മാത്രം മതി. ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. എന്താണ് പ്ലേ ഏരിയ. അവരൊക്കെ ഇവിടെ ഫുൾ അടിച്ചു പൊളിച്ച് കളിക്കുകയാണ്. ഏറ്റവും വരെയാണ് റിസോർട്ട്സ്. ഈ ഏറ്റവും വരെയാണ് ഇതിൻ്റെ റൂം. ഇവിടെ നമുക്ക് ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ പോലത്തെ സ്ഥലങ്ങളാണിത്. ഇറ്റ്സ് ടു ഗുഡ് ടു സിറ്റ് ഹിയർ. ഞങ്ങളുടെ ആ കോട്ടേജ്. ഇവിടേക്ക് ഈ ഓറഞ്ച് പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഈ മരത്തിൽ നിന്നാണ്, നല്ല ഭംഗിയുണ്ടത് കാണാൻ. മരങ്ങളിൽ നിന്ന് ഈ ലോണിലൊക്കെ ഓറഞ്ച് പൂക്കൾ ഇങ്ങനെ വീണു. അവിടെ പൂളിൻ്റെ അവിടെ ഉണ്ടാവും. വേണ്ട വേണ്ട, അങ്ങടെ മോനെ മോനെ, അവിടെ ആഴം കൂടുതലാ. And now we've come to the most appreciated place in this resort. We can say it's like the gem of the resort, Ragamaya, the infinity pool. ഇവിടെ നമ്മൾ എന്താ പറയുക, we will just stand gazing at the nature here.
ആ പൂളും അവിടുത്തെ ഒരു നേച്ചറിൻ്റെ ഒരു ഭംഗി, വിൽ ഫീൽ ലൈക്ക് നേച്ചർ ഇസ് പെയിൻറ്റിങ് ഓൺ എ ക്യാൻവാസ്. ബിക്കോസ് ഓരോ സമയത്തും ഡിഫറെൻറ്റ് ലുക്കാണ് ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയയിൽ. നമ്മൾ അവിടെ ആ പൂൾ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ എന്താ പറയുക, വിൽ ബി ജസ്റ്റ് ഗേസിങ് ആൻഡ് സിറ്റിങ്, വിൽ ബി ജസ്റ്റ് ഈ നേച്ചറിൻ്റെ ഒരു ഭംഗി മാറുന്നത് കണ്ട് നമ്മളവിടെ അങ്ങ് ഇരുന്ന് പോവും. ജസ്റ്റ് സീ ദിസ്. ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്തിട്ടല്ല പറയുന്നത്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ഹിയർ. എന്ത് രസമാണ് ഈ പൂളും അതിൻ്റെ ഏരിയയും. ആൻഡ് ദെൻ അൺഫോർച്ചുനേറ്റ്ലി വി കുഡൻറ്റ് സ്റ്റെപ്പ് ഡൗൺ ഇൻ ടു ദ പൂൾ. സൈഡിലിരിക്കാനൊക്കെ പറ്റിയുള്ളൂ ബിക്കോസ് കോവിഡ് പ്രോട്ടോക്കോൾ കാരണം. ബട്ട് സ്റ്റിൽ ദിസ് പൂൾ ഇസ് ഷീർ ജോയ്. ഇത് ഞങ്ങളുടെ ബാൽക്കണി വ്യൂ ആണ്. ദിസ് ഇസ് പൊളി. Just don't do anything at all in Ragamaya. Sit and relax. That's what you should do here. ഈ വാക്ക് വേ ഇങ്ങനെ നൈറ്റിൽ കാണാൻ ഇറ്റ്സ് ടു ഗുഡ്. ഇവിടുന്ന് ഈ മുകളിലേക്ക് കാണുന്ന ഈ റിസപ്ഷൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഒരു പ്ലേ ഏരിയ ആണുള്ളത്. അതെല്ലാം ഞാൻ ഡേ 2 വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഇത് ഡൈനിങ് ഏരിയ ആണ്, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ. ആൻഡ് ഔട്ട്സൈഡ് ഇരുന്ന് ലേക്ക് വ്യൂ ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അതെല്ലാം അടുത്ത വ്ളോഗിൽ. ആൻഡ് സീ ദിസ്, യു ക്യാൻ സീ ദ മൂൺ ഫ്രം യുവർ ബെഡ് അറ്റ് നൈറ്റ് ത്രൂ ദ ബിഗ് ഗ്ലാസ് വിൻഡോ. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. കൂടുതൽ രാഗമയ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.